എന്തായാലും വിഷു ബെമ്പർ ഭാഗ്യശാലി നമുക്ക് ഇന്ന് അറിയാം. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് തിരുവനന്തപുരം ഗോർക്കി ഫാമിലാണ് നറുക്കെടുപ്പ് നടക്കുക. 12 കോടി രൂപയുടെ ഒന്നാം സമ്മാനം ലഭിക്കും വിജയിക്ക്. ഷാരിഖ് നവാസ് നമുക്കൊപ്പം ചേരുന്നു. പറയൂ ഷാരിഖ് നവാസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ. പാലക്കാട് ജില്ല ഇത്തവണയും പതിവ് തെറ്റിച്ചില്ല. ആകെ 45 ലക്ഷം ടിക്കറ്റ് വിഷു ബമ്പർ ടിക്കറ്റാണ് അച്ചടിച്ചത്. അതിൽ 11 ലക്ഷം ടിക്കറ്റും പാലക്കാട് ജില്ലയിലാണ് വിറ്റഴിച്ചത്. പാലക്കാട് ജില്ല തന്നെയാണ് ഇത്തവണയും റെക്കോർഡ് വിൽപ്പനയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. എല്ലാ വർഷവും പാലക്കാട് ജില്ലയിൽ, അതായത് ബമ്പർ ടിക്കറ്റുകൾ, ഓണം അതുപോലെ തന്നെ വിഷു, ക്രിസ്മസ് ബമ്പറുകളിൽ എല്ലാ വർഷവും പാലക്കാട് ജില്ല തന്നെയാണ് റെക്കോർഡ് വിൽപ്പനയിൽ മുന്നിട്ട് നിൽക്കാറുള്ളത്. ആ പതിവ് ഇത്തവണയും തെറ്റിച്ചില്ല. മാത്രവുമല്ല, പാലക്കാട് ജില്ലയിൽ തന്നെയാണ് മിക്കവാറും ബമ്പർ ടിക്കറ്റുകൾക്ക് സമ്മാനം ലഭിക്കാറുള്ളത്. ഫസ്റ്റ് ഒന്നാം സമ്മാനം അതുപോലെ തന്നെ 1 കോടി രൂപയുടെ ഉൾപ്പെടെയുള്ള സമ്മാനം പാലക്കാട് ജില്ലയിൽ തന്നെയാണ് എന്നും ലഭിക്കാറുള്ളത്. നമുക്കിപ്പോൾ തന്നെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. രാവിലെ തന്നെ ആളുകൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഈ ലോട്ടറി കടയിൽ, പാലക്കാട് നഗരത്തിലുള്ള ഒരു ലോട്ടറി കടയിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. രാവിലെ തന്നെ ആളുകൾ ടിക്കറ്റ് എടുക്കാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നിരവധി ആളുകൾ ഇതിനോടകം തന്നെ ടിക്കറ്റ് എടുത്ത് മടങ്ങിക്കഴിഞ്ഞു. അല്പസമയം മുമ്പ് നമ്മൾ ഒരാളോട് സംസാരിച്ചു. അവർ തമിഴ്നാട് തിരുനെൽവേലിയിൽ നിന്നാണ് വന്നിരുന്നത്. തമിഴ്നാട് തിരുനെൽവേലിയിൽ നിന്ന് ടിക്കറ്റ് എടുക്കാനായി മാത്രം ഇങ്ങോട്ടേക്ക് വന്നതിരുന്നു. അത്തരത്തിൽ വാളയാറിലും അതുപോലെ തന്നെ പാലക്കാട് ജില്ലാ അതിർത്തിയിലെ മിക്ക സ്ഥലങ്ങളിലും തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ തന്നെ കർണാടകയിൽ നിന്നുൾപ്പെടെയുള്ള ആളുകൾ വന്ന് ടിക്കറ്റ് വ്യാപകമായി വാങ്ങിച്ചു പോകുന്നുണ്ട്. ഇത് കാരണം കൊണ്ടാണ് പാലക്കാട് ജില്ല ഇപ്പോഴും റെക്കോർഡ് വിൽപ്പനയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. നമ്മോടൊപ്പം ഈ ലോട്ടറി കടയുടെ ഉടമ ചേരുന്നുണ്ട്. ചേട്ടാ, ഇത്തവണയും പാലക്കാട് ജില്ലയിൽ തന്നെയാണ് റെക്കോർഡ് വിൽപ്പന. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കച്ചവടം നല്ല കച്ചവടമാണ്. പിന്നെ മഴയുടെ ഒരു പേടി ഉണ്ടായിരുന്നു. ടിക്കറ്റ് കൂടുതലാരും എടുത്തു വെക്കുന്നത് കംപ്ലീറ്റ് ഫുൾ സോൾഡാണ് ലോട്ടറി ഓഫീസുകളിലൊക്കെ. ഇനി ഹോൾസെയിൽ കൊടുക്കാൻ അവിടെ ഇല്ല, ബില്ലിട്ട് കൊടുക്കാനൊന്നുമില്ല. ബോർഡുകളിൽ മാത്രമേ ഉള്ളൂ പാലക്കാട് എല്ലാ ഭാഗത്തും. ഇപ്പോൾ ബമ്പർ ടിക്കറ്റുകൾ തന്നെയല്ല ആളുകൾ കൂടുതലായി വാങ്ങുന്നത്? ബമ്പർ തന്നെ വാങ്ങുന്നത്. പാലക്കാട് ഇതിന് വേണ്ടി വരും. എല്ലാ ഡിസ്ട്രിക്റ്റുകാരും ഇവിടെ പാലക്കാട് വന്നിട്ട് ടിക്കറ്റ് എടുക്കുന്നത്. പാലക്കാട് ജില്ലാ ഓഫീസിൽ നിന്ന് വന്നിട്ടാണ് എല്ലാ ഓഫീസുകൾ, മറ്റുള്ള കടക്കാരൊക്കെ ഇവിടെ വന്നിട്ട് എടുക്കുക. ഇവിടെ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റിട്ടും 14 ലക്ഷം ടിക്കറ്റുകൾ വിട്ടിട്ടുണ്ട് ജില്ലയിൽ. ഇത്തവണയും ബമ്പർ പാലക്കാടിനെ തന്നെ വീഴുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണോ? തീർച്ചയായിട്ടും പാലക്കാടിന് പ്രാവശ്യം ഉണ്ടാവും. ഉറപ്പായിട്ടുണ്ടാവും. അത്തരത്തിൽ തന്നെയാണ്. അതായത് എല്ലാ വർഷവും പാലക്കാടിന് മിക്കവാറും ബമ്പർ സമ്മാനങ്ങൾ ലഭിക്കാറുണ്ട്. മറ്റുള്ള ജില്ലകളിൽ നിന്ന് എടുത്തിട്ട് പോയിട്ടും അടക്കം, അതായത് ഏജൻസികൾക്ക് സമ്മാനം ലഭിക്കാറുണ്ട്. അത്തരത്തിൽ എല്ലാ വർഷവും ബമ്പർ സമ്മാനങ്ങൾ പാലക്കാട് ജില്ലയിൽ തന്നെ കിട്ടാറുണ്ട്. ചേട്ടാ, ലോട്ടറി എടുക്കാൻ, ബമ്പർ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നാ? ஆமாண்ணா, சென்னையிலேருந்து வந்திருக்கேன். சென்னையிலிருந்து வர்றீங்களா? இந்த லாட்டரி எடுக்கிறதுக்கு வந்துறீங்களா? ஆமாம், அதுக்காக தான் வந்தேன். இத்தனை தூரம் வந்தீங்க? ஆமாம். എസ് കെ ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ആൾ ചെന്നൈയിൽ നിന്നാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. ലോട്ടറി എടുക്കാൻ മാത്രമായിട്ടാണ് ഇത്തരത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോട്ടറി എടുക്കാൻ മാത്രമായിട്ടാണ് ചെന്നൈയിൽ നിന്ന് ഇത്രയും ദൂരം മറികടന്ന് പാലക്കാട് ജില്ലയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അത്തരത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള വിവിധ ജില്ലകളിൽ നിന്ന്, തമിഴ്നാട്ടിലെ വിവിധ ജില്ലകളിൽ നിന്ന് ആളുകൾ എത്തുന്നുണ്ട്. കോയമ്പത്തൂരിൽ നിന്നൊക്കെ വ്യാപകമായാണ് ടിക്കറ്റ് വാങ്ങിക്കൊണ്ടുപോകുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലാണ് ടിക്കറ്റ് വിറ്റഴിക്കുന്നത് പാലക്കാട് ജില്ലയിൽ. വാളയാറിലും അതുപോലെ തന്നെ മീനാക്ഷിപുരം, ഗോപാലപുരം ഉൾപ്പെടെയുള്ള അതിർത്തി മേഖലകളിൽ ടിക്കറ്റ് വ്യാപകമായ വിൽപ്പന നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ പാലക്കാട് നഗരത്തിൽ, അതായത് ആളുകൾക്ക് എപ്പോഴും ടിക്കറ്റ് എടുക്കുമ്പോൾ ഒരു വിശ്വാസമുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ ബമ്പർ സമ്മാനങ്ങളോ അതുപോലെ തന്നെ മറ്റു സമ്മാനങ്ങളോ അടിച്ച കടകളിൽ തന്നെ വന്നെടുക്കുന്നത്. അതുകൊണ്ട് പാലക്കാട് നഗരത്തിൽ ഉൾപ്പെടെ ആളുകൾ ഇപ്പോൾ എത്തി ടിക്കറ്റ് വ്യാപകമായി വാങ്ങുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. എസ് കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.